പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളോട് ഒരു പള്ളിപ്പെരുന്നാളിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇന്ന്, അതായത് എത്യോപ്യൻ കലണ്ടർ പ്രകാരം മാസം 12-ാം തീയതിയാണ്. ഇവിടെ എല്ലാ മാസവും 12-ാം തീയതി മിഖായേലിൻ്റെ തിരുനാളാണ്. എത്യോപ്യൻ ലിറ്റർജിക്കൽ കലണ്ടർ അനുസരിച്ച് മാസത്തിലെ ഓരോ ദിവസങ്ങളിലും ഓരോ തിരുനാളുകളാണ്, ഓരോ വിശുദ്ധരുടെ അനുസ്മരണ ദിവസങ്ങളാണ്. ദേവാലയം ആരുടെ പേരിലാണോ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, ആ വിശുദ്ധൻ്റെ തിരുനാളിന് ഒരു ആനുവൽ ഫീസ്റ്റ് ദിനം അഥവാ ഒരു വാർഷിക ദിനം ഉണ്ടായിരിക്കും. അതാണ് ആ ദേവാലയത്തിൻ്റെ പെരുന്നാൾ ദിനം. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ അകലെ വിശുദ്ധ മിഖായേലിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഒരു കത്തോലിക്ക ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ നടന്ന പെരുന്നാളിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു പൂർണ്ണ ദിവസമാണ് ഇവിടെ തിരുനാൾ ആഘോഷം എന്ന് പറയുന്നത്. കാരണം ദിവസം മാറുന്നതിനനുസരിച്ച് തിരുനാളും മാറും. 11-ാം തീയതി വൈകുന്നേരം ആരംഭിച്ച് 12-ാം തീയതി വിശുദ്ധ മിഖായേലിൻ്റെ തിരുനാൾ ദിവസം വൈകുന്നേരത്തോടെ ആഘോഷങ്ങൾ സമാപിക്കും. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള യാതൊരു ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ല. പ്രാർത്ഥനാ മഞ്ജരികൾ, ഗീസ് ഭാഷയിലുള്ള പ്രാർത്ഥനാ ശ്ലോകങ്ങൾ, മിഖായേലിൻ്റെ കീർത്തനങ്ങൾ, വിശുദ്ധ കുർബാന, വന്നവർക്കെല്ലാം ഭക്ഷണം, ഇവയാണ് പെരുന്നാളിന് മാറ്റുകൂട്ടുന്നതായ കാര്യങ്ങൾ. 11-ാം തീയതി വൈകുന്നേരം വിജിൽ അഥവാ വാസിമ എന്ന പ്രാർത്ഥനയാണ്. വൈദികർ, ഡീക്കന്മാർ, വിശ്വാസികൾ ഇവരൊക്കെ ഇതിൽ സജീവമായി പങ്കെടുക്കാറുണ്ട്. ഏതാണ്ട് 2 മുതൽ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയാണിത്. ഗാനശ്ലോകങ്ങളോടൊപ്പം കബറോ എന്ന സംഗീതോപകരണത്തിൻ്റെ താളത്തിൽ ഈ പ്രാർത്ഥനകൾ മനോഹരമായി നടത്തപ്പെടുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാവരും കയ്യിൽ ഒരു വടി പിടിച്ചിട്ടുണ്ട്. നീണ്ട പ്രാർത്ഥനകൾക്കിടയിൽ ഒരു ചെറു സഹായം എന്ന രീതിയിൽ ആയിരിക്കാം ഇത് ഉപയോഗിക്കുന്നത്. കയ്യിൽ ഒരു മണിയുമുണ്ട്. ഇതൊരു പ്രത്യേകതരം താളത്തിൽ കേൾക്കണം. പ്രാർത്ഥനകൾക്കൊടുവിൽ ഭക്ഷണവും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും എല്ലാ ദേവാലയങ്ങളിലും സംഘടിപ്പിക്കാറുണ്ട്. പിറ്റേ ദിവസം പ്രഭാത നമസ്കാരത്തിന് ശേഷം വിശുദ്ധ കുർബാനയാണ്. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിശുദ്ധ കുർബാന. അതിനെ തുടർന്ന് പ്രദക്ഷിണം. പ്രദക്ഷിണത്തിൻ്റെ ഒടുവിൽ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽക്കൽ ഇല്ലിൽ എന്ന ഒരു പ്രാർത്ഥന നടത്തുന്നു. ഇല്ലിൽ എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. വിശുദ്ധ മിഖായേലെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെ തുടർന്ന് വെറബ് എന്ന് പറയുന്നതായ ഒരു പ്രാർത്ഥനയും. ആ പ്രാർത്ഥന നൃത്തതാളങ്ങളോട് കൂടിയാണ് ഒരു കലാശക്കൊട്ടെന്ന രീതിയിൽ കൊണ്ടാടുന്നത്. തുടർന്ന് വൈദികൻ്റെ ആശീർവാദവും അവിടെ വന്നതായ എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയും നൽകുന്നു.